കെവിൻ ഡിബ്രൂയിനെ. ഫുട്ബോളിൽ അയാൾ ചെയ്യുന്നത് ഒരൊറ്റ കാര്യം: ഗോളുകൾ നേടുക. ഖത്തറിലെ ലോക പോരാട്ടത്തിന് ശേഷം അയാളെ തേടി വലിയൊരു ഉത്തരവാദിത്തമെത്തി. ഈഡൻ ഹസാർഡിന് പിൻഗാമിയാക്കണം. ഖത്തറിൽ വീണുടഞ്ഞ പ്രതീക്ഷകൾക്ക് ജീവൻ വയ്ക്കണം. ബെൽജിയം ഫുട്ബോളിന്റെ സുവർണ തലമുറയിലെ താരം കെവിൻ ഡിബ്രൂയിനെ അങ്ങനെ വിശേഷിപ്പിക്കാം. കൊളോൺ സ്റ്റേഡിയത്തിലെ രാത്രിയിൽ അയാളത് വീണ്ടും തെളിയിച്ചു. ഇത്തവണ വൻകരപ്പോരിനെത്തിയപ്പോൾ വയസ്സൻ പടയെന്ന് പരിഹാസം. തിബത്ത് കോർട്ടായെ ഒഴിവാക്കിയത് വിമർശിക്കപ്പെട്ടു. ആദ്യ മത്സരത്തിൽ സ്ലോവാക്കിയയോട് തോൽവി. പ്രീ ക്വാർട്ടർ പ്രതീക്ഷകൾ നിലനിർത്താൻ റൊമാനിയയോട് ജയം അനിവാര്യം. യുക്രൈനെ തകർത്തുവന്ന റൊമാനിയ നിസ്സാരക്കാരല്ല. മത്സരത്തിനു മുമ്പ് കാർപ്പാത്തിയൻ മറഡോണ ഗോർഗെ ഹാഗിയുടെ ചിത്രം ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. അതിലും വലിയ ആവേശം റൊമാനിയയ്ക്ക് ലഭിക്കാനില്ല. മത്സരം തുടങ്ങി 2-ാം മിനിറ്റിൽ ബെൽജിയം മുന്നിലെത്തി. യോരി ടിയൽസ്മാൻ ആദ്യം വലകുലുക്കി. പിന്നിലായ റൊമാനിയ ഉണർന്നു കളിച്ചു. 2 മിനിറ്റിനുള്ളിൽ ബെൽജിയം പോസ്റ്റിലേക്ക് ഇരച്ചെത്തി. പന്ത് ക്രോസ് ബാറിൽ തട്ടിയാകുന്നത് രക്ഷയായി. പിന്നെ മത്സരം കൈവിടാതിരിക്കാൻ ഡിബ്രൂയിനെ പ്രത്യേകം ശ്രദ്ധിച്ചു. ടീമിനെ അയാൾ ഒറ്റയ്ക്ക് ചുമലിലേറ്റി. മറ്റാരേക്കാളും അധികമായി ഒറ്റയ്ക്ക് പന്ത് കാലിൽ വെച്ചു. 79-ാം മിനിറ്റിൽ വിജയമുറപ്പിച്ച ഗോൾ യൂറോയിൽ ബെൽജിയം പ്രതീക്ഷകൾ നിലനിർത്തിയ നിമിഷം. ഗ്രൂപ്പിൽ എല്ലാ ടീമുകൾക്കും ഓരോ വിജയം. ഡിബ്രൂയിനേക്ക് ഇനി എതിരാളി യുക്രൈൻ സംഘം. അടുത്ത ലക്ഷ്യം പ്രീ ക്വാർട്ടർ. വൻകരപ്പോരിൽ കരുത്തരായി ബെൽജിയം വരുന്നുണ്ട്.